Hello everyone, welcome to Epic Learning and this is the GK class. PSC exam എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള GK class ആണ്. ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്കഷനിൽ വെച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ കേരള. ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ കേരള. അപ്പൊ ടുവാർഡ്സ് എ ന്യൂ സൊസൈറ്റി എന്ന ടൈറ്റിലിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ കേരള. അപ്പൊ കേരളത്തിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മിഷണറീസ് അല്ലെ ഏത് ഫസ്റ്റ് സ്കൂൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കേരള ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ബ്രിട്ടീഷ് വിത്ത് ഹെൽപ്പ് ഓഫ് മിഷണറീസ്. എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വന്നത് ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷമാണ്. പക്ഷെ അവർ ഇവിടെ വന്നിട്ട് ആരുടെ ഹെൽപ്പ് പ്രകാരമാണ് ഇവിടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? വിത്ത് ഹെൽപ്പ് ഓഫ് മിഷണറീസ്. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. വിത്ത് ഹെൽപ്പ് ഓഫ് മിഷണറീസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കേരള ആഫ്റ്റർ ദി അറൈവൽ ഓഫ് ബ്രിട്ടീഷ്. ആൻഡ് ഇമ്പോർട്ടന്റ് മിഷണറീസ് നമുക്ക് നോക്കാം. അത് ഡോക്ടർ ബുർനദ്ദീൻ ബച്ച്നേലി, റെവറൻഡ് മീഡ് Dowson and Reverend Habik were the missionaries who led education programs in Kerala. Some names are here mentioned. Dr. Burnaddin Bachnelli and Reverend Mead Dowson and Reverend Habik. ഇവരാണ് കുറച്ച് മിഷണറീസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലൊക്കെ അപ്പുറമായിട്ട് എഡ്വാർഡ് ബ്രണ്ണൻ, ബ്രണ്ണൻ കോളേജ് കേട്ടിട്ടില്ലേ തലശ്ശേരിയിൽ? ഇപ്പൊ എഡ്വാർഡ് ബ്രണ്ണൻ വാസ് ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് എഡ്യൂക്കേഷൻ സെന്റർ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ സെന്റർ സ്ഥാപിച്ചത് ബ്രണ്ണൻ ആണ്, എഡ്വേർഡ് ബ്രണ്ണൻ ആണ്. അത് നെയിം ഒന്നും അതിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ തലശ്ശേരി. അപ്പൊ ഫസ്റ്റ് എഡ്യൂക്കേഷൻ സെന്റർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ എഡ്വേർഡ് ബ്രണ്ണൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ തലശ്ശേരി. അത് തലശ്ശേരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ഇപ്പോൾ തലശ്ശേരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്തത്. പിന്നീട് ആ സ്കൂൾ പിന്നീട് കോളേജ് അങ്ങനെ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ ബ്രണ്ണൻ കോളേജ് ഒക്കെ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതൊരു എഡ്യൂക്കേഷൻ സെന്റർ കൂടിയായിരുന്നു. മലബാറിലെ ഇപ്പൊ എഡ്യൂക്കേഷൻ സെന്റർ ഈ മിഷണറീസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ മലബാർ. എഡ്യൂക്കേഷൻ സെന്റർ ലേറ്റർ ഗോട്ട് ദ സ്റ്റേറ്റസ് ഓഫ് ഫ്രീ സ്കൂൾ, നൗ എലിവേറ്റഡ് ടു ഫ്രം ബ്രണ്ണൻ സ്കൂൾ ആൻഡ് ബ്രണ്ണൻ കോളേജ് ഫംഗ്ഷൻ ഇൻ ധർമ്മട. ധർമ്മടത്തിലാണ് ബ്രണ്ണൻ കോളേജ് വരുന്നത്. ഒരു പ്രോമിനന്റ് എഡ്യൂക്കേഷൻ സെന്റർ കൂടിയാണ് അത് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ എഡ്വേർഡ് ബ്രണ്ണൻ contribution is very important in the case of introduction of English education in Kerala. ഇനി റോൾ ഓഫ് വേരിയസ് മിഷണറി ഓർഗനൈസേഷൻ. ഇപ്പൊ ഏതൊക്കെ മിഷണറീസ് ആരൊക്കെ ജസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്തു. ഈ മിഷണറി ഓർഗനൈസേഷൻസ് ആൻഡ് വിച്ച് ആർ ദി ഇമ്പോർട്ടന്റ് മിഷണറി ഓർഗനൈസേഷൻ പ്രൊമോട്ടിംഗ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ കേരള. അപ്പൊ അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിഷണറീസ് നോക്കാം. ക്രിസ്ത്യൻ മിഷണറീസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ക്രിസ്ത്യൻ മിഷണറീസ് ഹു കെയിം അലോങ് വിത്ത് ബ്രിട്ടീഷ് ബോർഡ് മോഡേൺ സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻ കേരള. അപ്പൊ ക്രിസ്ത്യൻ മിഷണറീസ് പ്ലേഡ് വെരി ഇമ്പോർട്ടന്റ് റോൾ പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ, മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് മോഡേൺ സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻ കേരള. അതിൽ മെയിൻ ആയിട്ട് കുറച്ച് ഇത് പറയുന്നത്, മെയിൻ ആയിട്ട് അവർ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ റിലീജിയൻ, ഒരു റിലീജിയൻ പ്രൊമോഷൻ കൂടി ഇതിലൂടെ അവർ ചെയ്യുന്നുണ്ട്. സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ചർച്ചസ് ദേ എസ്റ്റാബ്ലിഷ് എസ്പെഷ്യലി പ്രൊമോഷൻ ഓഫ് their religion. അപ്പോൾ മെയിൻ ആയിട്ട് വരുന്ന ചില ഓർഗനൈസേഷൻസ്, മിഷണറി ഓർഗനൈസേഷൻസ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ LMS. LMS എന്ന് പറഞ്ഞാൽ ലണ്ടൻ മിഷണറി സൊസൈറ്റി. LMS മീൻസ് ലണ്ടൻ മിഷണറി സൊസൈറ്റി. നെക്സ്റ്റ് വൺ CMS. CMS മീൻസ് ചർച്ച് മിഷണറി സൊസൈറ്റി. ചർച്ച് മിഷണറി സൊസൈറ്റി. അപ്പൊ LMS in Travancore, London Missionary Society in Trivandrum, and CMS is a Church Missionary Society in Mid Travancore. Next one BEMS. BEMS Base Evangelical Missionary School. BEMS in Malabar. മലബാർ എന്ന BEM ആണ്. ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷണറി ആണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ ഓരോന്നും അതിന്റെ ഒരു എക്സ്പാൻഷനും അത് എവിടെയാണെന്നുള്ള ഓർമ്മിച്ച് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി BEM പറയുകയാണെങ്കിൽ ഹെർമൻ ഗുണ്ടർട്ട് വാസ് അസോസിയേറ്റഡ് വിത്ത് BEM. ഹെർമൻ ഗുണ്ടർട്ട് അസോസിയേറ്റഡ് വിത്ത് BEM. അദ്ദേഹം ഒരു ജർമ്മൻ മിഷണറി സ്കോളർ ആയിരുന്നു. നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ പറഞ്ഞ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞതാണ്. രാജ്യസമാചാരം, പശ്ചിമോദയം പറഞ്ഞ സമയത്ത് ഹി വാസ് ദ പബ്ലിഷർ. ഹെർമൻ ഗുണ്ടർട്ട്. അപ്പൊ ഹെർമൻ ഗുണ്ടർട്ട് അസോസിയേറ്റ് വിത്ത് ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷണറി ആൻഡ് മലബാറിൽ സ്കൂൾ എഡ്യൂക്കേഷനും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും കൊണ്ടുവരുന്ന വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. BEMS എന്നുള്ളൊരു ഓർഗനൈസേഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി 19th സെഞ്ചുറി നോക്കുകയാണെങ്കിൽ വെരി ഇമ്പോർട്ടന്റ് ഫിഗർ ഈസ്
ഫാദർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറ കുര്യാക്കോസ് അല്ലെ, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നവോത്ഥാന നായകൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്കൂൾ അലോങ് വിത്ത് എവറി ചേർച്ച്, ഓരോ പള്ളിയുടെ കൂടെയും ഒരു സ്കൂൾ വേണം അല്ലെ. എ സ്കൂൾ ഷുഡ് ബി വിത്ത് വൺ ചേർച്ച്. ദാറ്റ് വാസ് ദ ഡയലോഗ് കോഡ് ബൈ ചാവറ കുര്യാക്കോസ് അച്ഛൻ. അപ്പോൾ അത് 19th സെഞ്ചുറിയിലെ ഗ്രേറ്റ് ഫിഗർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ BDS സിസ്റ്റർ വളരെ ഫേമസ് ആണ്. പിന്നെ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതും. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിഷണറീസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കണ്ടു. ഇനി അതർ ഫാക്ടേഴ്സ് ഇൻ സപ്പോർട്ട് ഓഫ് സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ കേരള. അപ്പൊ കേരളത്തിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ആവുന്നതിന്റെ മറ്റു ചില ഫാക്ടേഴ്സ് കൂടി നമ്മളൊന്ന് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ റൂളേഴ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചി, rulers of Travancore and Kochi, okay, they intervened education sector by establishing schools and colleges. Firstly, this Christian missionaries, and they contributed promoting or establishing English education in Kerala. അതിനുശേഷം നമ്മൾ ഹെർമൻ ഗുണ്ടർട്ടോ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നത് റൂളേഴ്സ് ആണ്. ട്രാവൻകൂറിലും കൊച്ചിയിലും റൂളേഴ്സ്, they also started some schools and hospitals and schools and colleges for promoting education. അതിൽ ടി മാധവ റാവു ട്രാവൻകൂർ ദിവാനായിരുന്നു ടി മാധവ റാവു, who gave a road map to English education in Travancore province. അപ്പൊ അദ്ദേഹം ഒരു ഡിസൈൻ തന്നെ പ്ലാൻ ചെയ്തു ട്രാവൻകൂർ പ്രൊവിൻസിലെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട്. അദ്ദേഹം ദിവാനായിരുന്നു, ട്രാവൻകൂർ ദിവാനായിരുന്നു ടി മാധവ റാവു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, proclamation of free primary education in 1817 by Gauri Parvati Bai, ruler of Travancore. Gauri Parvati Bai, ruler of Travancore, 1870 ഫ്രീ ആയിട്ട് പ്രൈമറി എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്തു. ദാറ്റ്സ് one of the remarkable thing, okay, in the case of education, promotion of education in Kerala. The societies and organizations started by socio-religious movements also helped. ഇവരെ കൂടെ അപ്പൊ റൂളേഴ്സിനെ പറഞ്ഞു, അതിൽ നമ്മൾ ദിവാനെ പറഞ്ഞു, അതുപോലെ തന്നെ ഗൗരി പാർവതി ഭായിയെ കുറിച്ച് പറഞ്ഞു. അല്ലാതെ തന്നെ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് അല്ലെ, ചില മൂവ്മെന്റ്സ്, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് ഓൾസോ പ്ലേഡ് ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ കേരള. എക്സാമ്പിൾ NSS, നായർ സർവീസ് സൊസൈറ്റി started NSS schools and colleges. എല്ലാവർക്കും NSSന്റെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നായർ സർവീസ് സൊസൈറ്റി established schools and colleges for promoting modern education in Kerala. അതുപോലെ SNDP, colleges from SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അല്ലെ. അപ്പൊ SNDPയുടെ കീഴിലും ഒരുപാട് എഡ്യൂക്കേഷൻസ് സ്കൂൾസ് ആൻഡ് കോളേജസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുകയാണെങ്കിൽ MES, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രൊമോട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് മിഷണറീസിനെ പറഞ്ഞു, മിഷണറി ഓർഗനൈസേഷൻസിനെ പറഞ്ഞു, റൂളേഴ്സിനെ കുറിച്ച് പറഞ്ഞു, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അവരുടെ റോൾ, ദിയർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ, എസ്പെഷ്യലി മോഡേൺ ഓർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ കേരള. ഇനി കുറച്ച് പോയിന്റ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് സ്കൂൾ ഇൻ കേരള എന്ന് പറയുന്നത് മട്ടാഞ്ചേരി സ്കൂളാണ്. ഫസ്റ്റ് സ്കൂൾ ഇൻ കേരള മട്ടാഞ്ചേരി സ്കൂൾ. ഫസ്റ്റ് കോളേജ് ഇൻ കേരള, വിച്ച് ഇസ് ദ ഫസ്റ്റ് കോളേജ് ഇൻ കേരള, CMS കോളേജ് കോട്ടയം. First college in Kerala, CMS College Kottayam. And first education minister of Kerala, who is the first education minister? Joseph Mundasheri. So Joseph Mundasheri is the first education minister. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഏതിൽ വരുന്നത്, ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കേരള. അതല്ലാണ്ട് നമുക്ക് ഫാക്ടറീസും പ്രിന്റിംഗ് പ്രസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് എന്തായിരുന്നു, മിഷണറീസിന്റെയും അതുപോലെ മിഷണറി ഓർഗനൈസേഷന്റെയും റൂളേഴ്സിന്റെയും മൂവ്മെന്റ്സിന്റെയും കോൺട്രിബ്യൂഷൻസ് ആണ് എങ്ങനെയാണ് കേരളത്തിലൊരു എഡ്യൂക്കേഷൻ, എസ്പെഷ്യലി മോഡേൺ ആൻഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വന്നത് എന്നതാണ്. ഓക്കെ, താങ്ക് യു.